പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സോയാത്തോട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം ഇനി പച്ചക്കറി വേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര കാലം എന്നുള്ളത് എങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഒക്കെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ കൊടുക്കുന്നത് ഫ്രൂട്ട്സ് വേസ്റ്റ് ആണ്. കുറച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി കൊടുക്കണതിലാറപ്പം ഞാൻ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട്സ് വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കൊടുക്കുക. പോത്ത് ഉഷാറായി വരും. നമ്മൾ കുറെ പരുത്തിയും പെല്ലറ്റും അതും ഇതൊക്കെ കൊടുത്ത് നമ്മളെ പൈസ കുറെ പോവാ. എന്നാൽ കൊടുക്കണം, തവിട് വെള്ളത്തിൽ കളക്കിയിട്ട് ചെറിയൊരു കയറ്റിയിട്ടും കൊടുക്കണം. പക്ഷെ ഇതുപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പോത്ത് ഉഷാറാവും. അത് ഭയങ്കര വിറ്റാമിൻ ഉണ്ട്. മാങ്ങ, ആപ്പിള് എല്ലാതും ഉണ്ടാവും. ഉറുമാമ്പഴം, പൈനാപ്പിള്, വത്തക്ക, അതൊക്കെ എന്താ വെച്ചാൽ കേട് ഒഴിവാക്കി കൊടുക്കണം. ചില കേടുകൾ വരും, പൂപ്പല് കാര്യങ്ങൾ. അപ്പൊ ഒന്ന് നന്നാക്കണം. ഇതുപോലെ ഒന്ന് നന്നാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അപ്പൊ അതൊരു ലെവൽക്ക് നല്ല ഉഷാറാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പോത്തും തന്നെ നല്ല തിന്നും, വാരി വലിച്ച് തിന്നും. ബട്ട് ഫ്രൂട്ട്സ് വേസ്റ്റ് എടുക്കാനുള്ള കാരണം പച്ചക്കറി വേസ്റ്റ് ഞാൻ ഒരു 4 മാസം കൊടുത്തിരുന്നു. 9 മാസമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പോത്തുണ്ടായിട്ട്. പോത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി വേസ്റ്റ് ഞാൻ എടുക്കാൻ കൊടുത്തു. കാരണം ജൂണായപ്പോൾ കൊണ്ടുവരലും അത് നോക്കലും വൃത്തിയാക്കലും കഴുകിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അത്യാവശ്യം പൂപ്പലും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ചെത്തിയിട്ടൊക്കെ വേണം കൊടുക്കാൻ. നേരെ കൊടുത്തിട്ട് നേരെ കൊടുക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് വൃത്തിയാക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. മഴക്കാലമാകുമ്പോൾ ഒന്നുകൂടി ചെയ്യും സാധനം. അപ്പോൾ അങ്ങനെ എടുത്തിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് വേസ്റ്റിക്കാണ്. അങ്ങനെ ഫ്രൂട്ട്സ് വേസ്റ്റിക്ക് വന്നതാണ്. ഫ്രൂട്ട്സ് വേസ്റ്റ് കുറച്ച് അത്യാവശ്യം കുറച്ചുള്ളതിൽ തന്നെ വേസ്റ്റായി പോകുമ്പോൾ കുറച്ചേ പോകാണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് കൊടുക്കാണ്ടാവും. ഒരു ചാക്ക് 2 ചാക്കൊക്കെ കിട്ടും ചെറിയ ചാക്കിൽ. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും ചെയ്യും. ഫുള്ളായിട്ട് നല്ല തിന്നും ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം മൃഗാശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഇങ്ങനെ ഇതിന് കൊടുക്കുന്നുണ്ട്, പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് പച്ചക്കറി വേസ്റ്റിൽ എന്താ ഉള്ളത്, അത് വിറ്റാമിന് നല്ല പുല്ല് കൊടുക്ക്, അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഫ്രൂട്ട്സ് വേസ്റ്റ് എനിക്ക് ഒന്നുകൂടി വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആപ്പിൾ, മാംഗോ എല്ലാതും കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സ് വേസ്റ്റ് എടുത്ത് കൊടുക്കണമാകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് കയറാൻ സാധ്യതയുണ്ട്. ഫ്രൂട്ട്സ് വേസ്റ്റ് അതും കുറച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചെത്തേണ്ടി വരും, ചിലപ്പോൾ പൂപ്പിൽ വന്നൊക്കെ കളയേണ്ടി വരും. വത്തക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഴക്കം വന്നൊക്കെയാണെങ്കിൽ ഉള്ളിൽ ഒരു വെള്ളപ്പാടും കാര്യങ്ങളൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കളഞ്ഞിട്ട് തോട് മാത്രമാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ല നേരെ ഡയറക്റ്റ് ആയിട്ട് അതും കൊടുക്കാൻ പറ്റില്ല, അതും കേടാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നല്ല വൃത്തിയാക്കി തന്നെ കൊടുക്കുക എല്ലാതും. ചെത്തിയിട്ടാണെങ്കിൽ കേടുന്നാണെങ്കിൽ ചെത്തിയിട്ടാണെങ്കിൽ മാങ്ങ കൊടുക്കുമ്പോഴേ മാങ്ങ ചെത്തിയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അണ്ടിന്റെ ഭാഗം ഈമ്പിയിട്ട് ബക്കറ്റിന്റെ ഇടയിലുണ്ട്. ചിലത് ചെറുതാണെങ്കിൽ മുണങ്ങലുണ്ട്. ചങ്കിൽ കൊടുക്കുന്നത് നോക്കണം. ആദ്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശീലമാകുമ്പോൾ ചിലപ്പോൾ കടിച്ചടി ഈമ്പിയാണ്ട് ബക്കറ്റിന്റെ ഇടയിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ പരിചയമായി വന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. പോത്ത ആൾക്ക് ഓരോ ചിലപ്പോൾ കടിച്ചിറക്കും. ചിലപ്പോൾ ഈമ്പിങ്ങാണ്ട് ബക്കറ്റിൽ തന്നെ ഇടലുണ്ട്. അങ്ങനെ ഇടലുണ്ട്. ഫ്രൂട്ട്സ് വേസ്റ്റ് കൊടുത്തതിന് ശേഷം രാത്രിയാണ് ഞാൻ കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. രാത്രി കൊടുത്തതിന് ശേഷം കുറച്ച് പുല്ല് കൊടുക്കാൻ നല്ലതാണ്. ഞാൻ വേറെ ആൾ ചോദിച്ചപ്പോൾ അതാണ് ഒന്നുകൂടി നന്നാവുക. അത് അയ വെട്ടി ഇറക്കാനും അവിടെ ഒന്ന് കിടന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ട് കുറച്ച് കൊടുക്കണം നല്ലതാണെന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇത് ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, എല്ലാവരും മാക്സിമം ഇത് കൊടുക്കുക. ഒരു നേരം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോത്ത് കയറി വരും. എനിക്കുള്ള ഒരു അനുഭവമാണ്. ഓക്കെ, താങ്ക് യു.